ഹായ് ഡിയേഴ്സ്, പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതാ ഈ ഒരു മസാലപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഈ ഒരു ചീൻചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം ഞാനിവിടെ ഒരു പകുതി സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി അധികം പുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സവാളയുടെയൊക്കെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 2 ചെറിയ പീസ് പുട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ സവാളയ്ക്കൊന്ന് വാടി വരുന്ന ടൈം നമുക്ക് ഈ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് സവാളയൊക്കെ വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ഇതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലപ്പൊടികൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതും. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറുന്ന ടൈം ഞാനിതാ ഇവിടെ ഒരു കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. പുട്ടൊക്കെ അധികം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ 1 2 ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ചിക്കി പൊടിച്ചെടുക്കുന്ന പാകത്തിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മളിതിലേക്കുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ മുട്ടക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടായിരിക്കും പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ദാ 2 പുട്ട് ഞാനിവിടെ ഇതേ രീതിയിലൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ഒരു മസാലയും പുട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമ്മളിതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മളിനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കയ്യിൽ ഇത്തിരി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു മസാലപ്പുട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിത് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിത് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒത്തിരി പുട്ടൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിലുള്ള ചേരുവകളുടെ അളവും കൂടെ കൂട്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ദാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്നിട്ടുള്ള പുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതാ വൈകിട്ട് സ്കൂൾ വിട്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ചൂടോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്